കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് ആരതി, ഈ അതുല്യയുടെയും സതീഷിൻ്റെതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സൈക്കോ എന്നല്ലെങ്കിൽ ആ രീതിയിൽ ഒരുപാട് ദുരിതം അനുഭവിച്ച് മരിച്ചവരിൽ ഏറ്റവും ഒടുവിലായി റിപ്പോർട്ട് ചെയ്തത് അതുല്യയുടെ മരണമാണ്. അതിൽ ഈ സതീഷ് കാണിച്ചു കൂട്ടിയതൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ വരെ സഹിതം കണ്ടതാണ്. അപ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അത് സ്വന്തമായിട്ട് കത്തി ഇങ്ങനെ വെച്ച് നിൽക്കുകയാണ്, ഞാനിപ്പോൾ ചാകുമെന്ന് പറഞ്ഞു. അതുപോലെ കസേര എടുത്ത് അടിക്കാൻ പോവുക, ഒരു ഷമ്മി ലെവലിലേക്കൊക്കെ പോകുന്ന, ഇതൊക്കെ എങ്ങനെ സഹിച്ച് ഇത്രയും കാലം നമുക്കിങ്ങനെ തോന്നിപ്പോകുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷേ എത്രയോ തവണ ഇങ്ങനെ ഡിവോഴ്സിന് വക്കിലെത്തിയിട്ടും പിന്നെയും അയ്യോ സതീഷ് ശരിയായിക്കോളും എന്ന് എങ്ങനെയാണ് ഈ അതുല്യക്ക് തോന്നിയതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതില് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം അഡ്വക്കേറ്റ് ദീപക് സാർ പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്, ഞാൻ അവിടെ നിന്ന് തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് റിക്കോർഡിക്കലി 1,26,000 എന്നുള്ള വാക്കാണ്. അപ്പോ റിക്കോർഡിക്കലി അല്ലാതെ പെട്ടുപോയ എത്രയോ ലക്ഷങ്ങൾ വേറെ സ്ത്രീകൾ, പെൺകുട്ടികൾ അപ്പുറത്തെ സൈഡിലുണ്ട് എന്നുള്ളതൊരു വലിയ ചിന്തിക്കേണ്ടതും. I have never interpreted in you. Let me complete. അപ്പോ നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. രണ്ട്, ഒരു ടോക്സിക് വൈഫിനെ സഹിക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷനോടും അവന്റെ അമ്മയോ അച്ഛനോ സഹോദരിയോ സഹോദരനോ ആരും പോട്ടെ, സാരമില്ല, ക്ഷമിക്ക്, നന്നാകും, ഒരു ചാൻസ് കൂടി കൊടുക്കൂ, ഇത്തരം ഉപദേശങ്ങളെല്ലാം ഒരു പുരുഷനും അനുഭവിക്കേണ്ടി വരാറില്ല, കേൾക്കേണ്ടി വരാറില്ല. ഇതെല്ലാം കേൾക്കുന്നതും സഹിക്കേണ്ടി വരുന്നതും സ്ത്രീയാണ്. എന്നോ ഒരിക്കൽ ആരോ കുറിച്ചു വെച്ച സഹനത്തിന്റെ മൂർത്തിമുത് ഭാവം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളിലേക്ക് ഇതെല്ലാം അടിച്ചേൽപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അവൻ നന്നാവും. ഇപ്പൊ സതീഷ് നന്നാക്കും എന്ന് ഓർത്ത് അതുല്യ എത്ര കാലമാണ് ജീവിച്ചത്? ഇപ്പൊ ടോക്സിക് ആണ്, നാർസിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ സൈക്കോയാണ് എന്നുള്ളത് പുറത്ത്, എന്റെ മകൻ ഇങ്ങനെയാണ് എന്നറിയുന്നത് നാണക്കേടാകുന്ന പേരൻസ് ആണുള്ളത്. അപ്പോ ഒരു മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോ അവൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് അതിൽ നിന്നും പുറത്തു വരാൻ, ഇപ്പൊ ദീപക് സാർ തന്നെ പറഞ്ഞു, അവളുടെ അല്ലെങ്കിൽ അവന്റെ പേരൻസ് അവരാണ് അത്. ഒരു കുട്ടിക്ക് അവളുടെ ഫാമിലിയിലാണ് സപ്പോർട്ട് കിട്ടേണ്ടത്. അത് നമ്മുടെ സമൂഹത്തിൽ എത്ര കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വിഷയം. ലോകത്ത് ഇപ്പോൾ അതുല്യ ഡിവോഴ്സിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ സതീഷിലെ ഏറ്റവും നല്ല മനുഷ്യനെയും അതുല്യയിലെ ഏറ്റവും മോശമായ സ്ത്രീയെയും നമ്മൾ കണ്ടേനെ. പക്ഷെ ഇപ്പൊ അതുല്യ ആത്മഹത്യ ചെയ്തത് കൊണ്ട് അതുല്യയിലെ സഹനശക്തിയുള്ള പെണ്ണായി, അവള് സഹിച്ചു, ഗതി കെട്ടപ്പോ ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടി അതിൽ നിന്നും പുറത്തു വരികയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അവളെ ഇങ്ങനെ ആയിരുന്നില്ല ഈ സമൂഹം കണക്കാക്കുക, അവളെ ഇങ്ങനെ ആയിരിക്കില്ല ഈ സമൂഹം ചിന്തിക്കുക, അവളെ ഇങ്ങനെ ആയിരിക്കില്ല ഈ സമൂഹം പറയുക. അപ്പൊ അവള് ഇത്രയും നാളും സഹിച്ചില്ലേ? 19 വർഷം സഹിക്കാമെങ്കിൽ പിന്നെ എന്തായിരുന്നു അവൾക്ക് കുറച്ചു കാലം കൂടി അവനെ നന്നാക്കാമായിരുന്നില്ലേ? 11 വർഷം അല്ലെ? ഞാൻ ചോദിക്കുന്നത്, ഈ കൗൺസിലിങ്ങിന് വന്നിട്ട് പിന്നെ ഈ കൗൺസിലിങ്ങിന് വന്നപ്പോ നിങ്ങൾ എല്ലാം സെറ്റായി വീട്ടിൽ പോകണം, ഇനി ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഈ കൗൺസിലിങ്ങിൽ എന്താ അപ്പൊ നടക്കുന്നത്? ഈ സഹനം പഠിപ്പിക്കലാണോ? ഈ സഹനം പിടിപ്പിക്കലാണോ എന്ന് ചോദിച്ചാൽ കൗൺസിലർക്ക് ഇപ്പോ അവരോട് ഉപദേശിച്ച് അല്ലെങ്കിൽ അവരെടുത്ത് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞ് കൗൺസിലർക്ക് ഒരു പരിമിതിയുണ്ട്. സം പേഴ്സൺസ് ആർ ബിയോണ്ട് കൗൺസിലിംഗ് ആണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ എത്രമാത്രം കൗൺസിലിംഗിൽ നേരെയാക്കാൻ പറ്റും, എത്രമാത്രം ഒരാൾക്ക് നേരെ അവരിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് നല്ലത്. ഇപ്പൊ നമ്മള് നാർസിസ്റ്റിക് പേഴ്സണൽസിൽ നിന്നും സൈക്കോകളിലെക്കാട്ടിലും കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരാൾക്കാരാണ് ഈ നാർസിസ്റ്റിക്സുകൾ. അവരെയൊക്കെ സഹിക്കുക എന്നുള്ളതിൽ നല്ലത് അവരിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ അവരിൽ നിന്നുള്ള രക്ഷപ്പെടലായിട്ട് ഒരിക്കലും മരണത്തെ ചൂസ് ചെയ്യാതെ അവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ എത്ര പെൺകുട്ടികളെ ആയാലും, അതിപ്പോ ദീപക് സാറ് പറഞ്ഞതുപോലെ 1% പുരുഷന്മാരുണ്ട് എന്ന് പറയുന്നതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ആ 1% പുരുഷന്മാരെ ആണെങ്കിലും സ്വന്തം വീട്ടില് അവർക്ക് എന്നും ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ കെട്ടിച്ചു വിട്ട വീട്ടില് അതിഥിയാണ് അവർ, സ്വന്തം വീട്ടിലും അതിഥിയാണ്. ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് പെൺകുട്ടികൾക്ക് ഇത്രമാത്രം സഫർ ചെയ്യേണ്ടി വരുന്നത്. കല്യാണം കഴിച്ച മോളെ നീ ഓക്കെ ആണോ, അവിടെ ഓക്കെ ആണോ, അല്ലെങ്കിൽ മകനെ നീ അവളുടെ കൂടെ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എത്ര പേരൻസ് തിരക്കുന്നുണ്ട്. തിരക്കി അവിടെ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഇത്രയും പേരെ അറിയിച്ച് നടത്തിയ കല്യാണമല്ലേ, ഇത്രയും പൈസ ചെലവഴിച്ച് നടത്തിയ കല്യാണമല്ലേ, അതൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റും മറ്റൊരു വിഷയം. അവിടെയാണ് മറ്റൊരു വിഷയം. ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ അഡ്വക്കേറ്റ് ദീപക് ടിങ്കിളിലേക്ക് ഒരിക്കൽ കൂടി വേണം. താങ്കൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, അഡ്വക്കേറ്റ് പറയൂ. ഞാൻ പറഞ്ഞത് ആരതി പറഞ്ഞതുപോലെ 1,26,000 റെക്കോർഡിക്കലാണ്. അതിൽ കൂടുതൽ എത്രയോ സ്ത്രീകൾ
സഹിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് 1,57,000 എന്ന് പറയുന്ന ഇതും റെക്കോർഡിക്കലാണ്. ഇതിനേക്കാളും ഇരട്ടികളാണ് പുരുഷന്മാർ അനുഭവിക്കുന്നത്. അനുഭവിക്കുന്നത്. അത് മാത്രമല്ല, സ്ത്രീകളുടെ മിക്കവാറും റെക്കോർഡ്സുകൾ ഏറെക്കുറെ കറക്റ്റ്. പക്ഷെ ഈ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഇതാണെന്ന് പോലും തിരിച്ചറിയപ്പെടാതെ എത്രയോ പുരുഷന്മാർ ഒന്നും മിണ്ടാതെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം ഈ കൗൺസിലിങ്ങിനെ കുറിച്ചാണ്. കൗൺസിലിങ്ങിന് ഞാൻ ധാരാളം പോയിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് മനസ്സിലായത് കൗൺസിലിംഗിൽ നടക്കുന്നത് ബാർഗെയിനിങ് ആണ്. ആണുങ്ങളെ പേടിപ്പിച്ച് നീ ഇത്ര ലക്ഷം രൂപ കൊടുത്തോ, അല്ലെങ്കിൽ ഇപ്പൊ മറ്റേ ഒരുപാട് കേസ് വരും എന്ന് പറഞ്ഞ് ആണുങ്ങളെ പേടിപ്പിച്ച് പൈസ വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് കൗൺസിലിംഗ് നടക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതിയുടെയൊക്കെ ലൈവ് സ്ട്രീമിംഗിൽ നമ്മൾ ഈ ബാർഗെയിനിങ് കാണുന്നുണ്ട്. ജഡ്ജിമാര് വരെ അതത്ര ഒരു 15 കോടി കൊടുത്തൂടെ, അല്ലെങ്കിൽ ഒരു 12 കോടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞൊരു അവിടെ ഒരു ചോദ്യമുണ്ട്. ഞാൻ പറഞ്ഞ പോയിന്റിലോട്ട് വരട്ടെ. ഇത് ആണുങ്ങളെ പിടിച്ച് വിരട്ടുന്നു, പെണ്ണുങ്ങളോട് സഹിക്കാൻ പറയുന്നു. ഇതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആണുങ്ങളെ വിരട്ടി പൈസ വാങ്ങിപ്പിക്കുക, പെണ്ണുങ്ങളോട് സഹിക്കാൻ പറയുക. ഇതൊക്കെയാണ് ഈ ആത്മഹത്യയുടെ പിന്നിലുള്ള. എല്ലാ ആണുങ്ങളും നല്ലവരെന്നല്ല പറയുന്നത്, എല്ലാ പെണ്ണുങ്ങളും മോശം ചോദിക്കുമായിരുന്നു. ഒരു കാര്യത്തിൽ നമ്മൾ അശ്വതി ഒരു മിനിറ്റ്, ഇതിൽ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ദീപക് സാറ് പറഞ്ഞതുപോലെ ഈ മീൻചന്ത ബാർഗെയിനിങ് ഒക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക സാമുദായിക സംഘടനകളും അവരുടെ സാമുദായിക സംഘടനകൾക്കുള്ളിൽ തന്നെ മകൾക്ക് എന്ത് കൊടുക്കുന്നു, മകൻ എന്ത് വാങ്ങുന്നു എന്നുള്ളതിന് രേഖയുണ്ട്. ചുമ്മാ അവിടെ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ മീൻചന്ത കച്ചവടം, മീൻചന്ത ബാർഗെയിനിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇതെല്ലാം പല സൗഹാർദ്ദ സംഘടനകളും സൂക്ഷിക്കുന്നുണ്ട് സർ. ഈ പല സംഘടനകളും എഴുതി വെക്കുന്നുണ്ട്. ഞാൻ പേര് പറഞ്ഞ് പറയാം, പർട്ടിക്കുലറായിട്ട് പേര് പറഞ്ഞ് പറയാം. ഇന്ന സംഘടനകളിൽ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ അവക്ക് കൊടുക്കുന്ന പാത്രങ്ങളുടെ വരെ കണക്ക് എഴുതി സൂക്ഷിക്കുന്ന സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചന്ത ബാർഗെയിനിങ് നടത്തി ആണുങ്ങളെ പിരിഞ്ഞ് പെൺകുട്ടികൾ വീട്ടുകാർ കൊണ്ടുപോകുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അതിൽ സുഭാഷ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ 81 മിനിറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിൽ സുഭാഷ് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ബലിയാടായുള്ള ഒരാളാണ്. പിന്നെ രണ്ടാമത് ഈ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ മുമ്പ് കോടതികളിൽ ഇല്ലായിരുന്നു. ഇപ്പൊ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, നമുക്ക് എത്ര വീഡിയോകൾ വേണമെങ്കിലും കാണാം ഈ ബാർഗെയിനിങ് നടക്കുന്നത്. ഞാൻ പറഞ്ഞത് കൗൺസിലിംഗിൽ ഈ സഹിക്കാൻ പറയുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. ആണുങ്ങളോട് പിടിച്ചു വാങ്ങിച്ചിട്ട് ഈ ബാർഗെയിൻ ചെയ്ത് എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നിർബന്ധിക്കുന്നതും തെറ്റ് തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് വിടട്ടെ, എവിഡൻസ് എടുത്ത് കാര്യങ്ങൾ തീരട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി ശരി, ഞാൻ ശ്രീമതി ഷബാനയിലേക്ക് പറഞ്ഞോളൂ. താങ്കളുടെ പോയിന്റ് വളരെ വേഗം പറയാമോ? കാരണം സാറ് പറഞ്ഞു എവിഡൻസ് എടുക്കട്ടെ എന്ന്. ഇപ്പൊ സാർ ഉദ്ദേശിക്കുന്ന എവിഡൻസ് ഈ സ്വർണത്തിന്റെയും പണത്തിന്റെയും തൂക്കമായിരിക്കും. ഒരു പെൺകൊച്ചിന്റെയും അച്ഛനും അമ്മയും ഇന്നത്തെ കാലത്ത് തലേന്ന് പോയി സ്വർണം വാങ്ങിച്ചിട്ടോ തലേന്ന് പോയി ചുറ്റി പിടിച്ചിട്ടോ അല്ല കല്യാണം നടത്തുന്നത്. ആ പെൺകുട്ടി ജനിക്കുമ്പോൾ തൊട്ട് സ്വരുക്കൂട്ടി വെക്കുന്നതാണ്. ഒരു പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ തൊട്ട് ഓരോ നിമിഷവും ഉറുമ്പ് നാല് ശേഖരിച്ചു വെക്കാനാണ്. അത് രണ്ടുപേരുടെ ഭാഗം തെറ്റുണ്ട്. ഈ കൊടുക്കുന്നത് തെറ്റാണ്. ഈ കൂട്ടി വെച്ച് കൊടുക്കുന്നത് പറയുമ്പോൾ അത് സ്ത്രീധനായിട്ട് തന്നെ കൂട്ടേണ്ടി വരും. അത് തെറ്റാണ്. അത് നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും പറയുമെങ്കിലും ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ആരതി, നമ്മൾ ഓരോ കേസിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കരുത്, കൊടുത്തില്ലെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല. അപ്പൊ ഞാൻ ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ശ്രീമതി ഷബാനയിലേക്ക് കൂടി പോട്ടെ. ശ്രീമതി ഷബാന, ഈ